ഹലോ എവ്രി വൺ, ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുവൈറ്റ് എംഒഎച്ചിലെ ആനുവൽ ലീവിനെക്കുറിച്ചും മറ്റു പല ലീവുകളെക്കുറിച്ചുമാണ്. ഇപ്പോൾ ഞാൻ ആനുവൽ ലീവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആനുവൽ ലീവിനെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭം ഇപ്പോഴാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുവൈറ്റ് എംഒഎച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 20 ഇയേഴ്സ് പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ 15 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് 35 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു 10 ഡേയ്സും കൂടെ ആഡ് ചെയ്ത് കിട്ടും. അങ്ങനെ എനിക്ക് 45 ഡേയ്സ് ഉണ്ട് ഒരു വർഷം ലീവ്. അത് കൂടാതെ തന്നെ 15 ഡേയ്സ് ഞാൻ റേഡിയേഷൻ എക്സ്പോഷർ ഉള്ള ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 15 ഡേയ്സ് നമ്മൾക്ക് ആ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു വർഷം 60 ഡേയ്സിന് ഞാൻ ആനുവൽ ലീവിന് എലിജിബിളാണ്. പക്ഷേ ഒരു വർഷം നമുക്ക് 60 ഡേയ്സ് ആനുവൽ ലീവ് നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അനുസരിച്ചാണ് അവർ നമുക്ക് ആനുവൽ ലീവ് തരുന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ലീവായിട്ട് നമ്മൾക്ക് തരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത്, ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റാണ്. അപ്പോൾ എല്ലാ വർഷവും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ മാസങ്ങളിൽ നമ്മൾക്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ കൊളീഗ്സൊക്കെ, കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആളുകളുള്ളതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റ് ഇയറിൽ നമ്മൾക്ക് നാട്ടിലോട്ട് പോകാനായിട്ട് നമ്മൾക്ക് ലീവ് കിട്ടും. അപ്പോൾ നമ്മൾ ലോക്കൽ ലീവ് എടുത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാം. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല, എവിടെയും ട്രാവൽ ചെയ്യുന്നില്ല, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ലീവ് നമുക്ക് തരുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ലോക്കൽ ലീവിലാണുള്ളത്. അതായത് ഏകദേശം 4 വീക്സ് ഉണ്ട്, 26 ഡേയ്സ് പ്ലസ് ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ ഏകദേശം കൂട്ടിയിട്ട് ഒരു 30 ഡേയ്സ് ഉണ്ട് ആനുവൽ ലീവ്. അതിനുശേഷം എൻ്റെ നെക്സ്റ്റ് ലീവ് ഈ വർഷം വരുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബറിൽ ഞാൻ ലീവ് എഴുതിയിരിക്കുന്നത് ഡിസംബർ എൻഡിനോട് കൂടിയിട്ടാണ് എൻ്റെ അടുത്ത ലീവ് വരുന്നത്. അപ്പം ഞാനൊരു ഡിസംബർ ലാസ്റ്റ് പ്ലസ് ജനുവരി ഫസ്റ്റ് വീക്ക് അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഇയറിലെ ലീവ് ഇപ്പം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമുക്ക് ലീവ് കിട്ടുന്നത്. പക്ഷേ മിക്കവാറും ഇപ്പോൾ ആളുകൾക്ക് ഇനി കുറച്ച് നാൾ ലോങ് ഡേയ്സ് ലീവ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഡിസംബർ 20th ലീവ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ഒരു നമുക്ക് 30 ഡേയ്സ് ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തെ 30 ഡേയ്സും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾക്ക് 60 ഡേയ്സ് അറ്റ് എ സ്ട്രെച്ച് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തരണം എന്നില്ല. നമ്മൾക്കങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലീവെല്ലാം പ്ലാൻ ചെയ്യുന്ന മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിൽ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു സമയങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ലീവെല്ലാം നമ്മളുടെ ഡിസൈഡ് ലീവെല്ലാം എഴുതി കൊടുക്കും. ഹെഡ് നേഴ്സ് അത് നോക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സാധാരണ ലീവെല്ലാം ഹെഡ് നേഴ്സുമാരിടാനായിട്ട് അവർ ശ്രമിക്കാറ്. എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആനുവൽ ലീവ് ഉണ്ടെങ്കിലും എല്ലാ വർഷവും ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊന്നും പോകുന്നില്ലാത്ത ആളുകൾക്ക് ഏത് മാസം വേണമെങ്കിലും നമുക്ക് നാട്ടിലേക്ക് പോകാം. പക്ഷേ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ ഒരു മാസം ഉള്ളതുകൊണ്ട് തന്നെ എവ്രി ഇയർ നാട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നീട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം മാർച്ചോ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ചെറിയ ഹോളിഡേയ്സൊക്കെ വരും സ്കൂളിൽ. കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ അടയ്ക്കും. അപ്പോൾ ആ സമയത്തേക്ക് വേണമെങ്കിൽ ഷോർട്ട് വെക്കേഷൻ വേണമെങ്കിൽ പോകാം എന്നുള്ളതല്ലാതെ നമ്മൾ സാധാരണ നാട്ടിൽ പോകുന്നത് വൺസ് ഇൻ 2 ഇയേഴ്സാണ്. എന്തായാലും ആനുവൽ ലീവൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സമ്മർ നന്നായിട്ട് ഇവിടെ ചൂട് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഔട്ട് ഓഫ് കുവൈറ്റ് എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും അങ്ങനെയാണ് ആനുവൽ ലീവിൻ്റെ ഒരു ഇത്. നിങ്ങൾ റേഡിയേഷൻ ലീവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 15 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 60 ഡേയ്സ്, അതായത് 2 മന്ത്സ് നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 35 ഡേയ്സാണ് നമുക്ക് കിട്ടുന്നത്. സിക്ക് ലീവ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും സിക്ക് ലീവ് ഒരു വർഷം 15 ഡേയ്സാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കലി നിങ്ങൾ ഇല്ലാവുകയാണ്, എന്തെങ്കിലും ഒരു എക്സ്ട്രീം അതായത് സിക്നസ്, ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഫ്രാക്ചർ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ 6 മന്ത്സിലേക്ക് വരെ മെഡിക്കൽ ബോർഡ് നമുക്ക് സിക്ക് ലീവ് എടുക്കാനുള്ള പെർമിഷൻ തരാറുണ്ട് വിത്ത് സാലറി. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയും കുവൈറ്റ് എംഒഎച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന എമർജൻസി ലീവാണ്. അതും ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ചിലപ്പോൾ നമ്മൾക്ക് ആനുവൽ ലീവ് അല്ലെങ്കിൽ എമർജൻസി ലീവ് നമുക്ക് കിട്ടണം എന്നില്ല. അത്രയും ജെന്യുവൻ റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എമർജൻസി ലീവ് അനുവദിച്ച് തരാറുള്ളൂ. അതും അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മെയ്ട്രൺ ആൻഡ് ഹെഡ് നേഴ്സ്, അങ്ങനെ പല കടമ്പകൾ കടന്ന് മാത്രമാണ് നമുക്ക് ലീവ് കിട്ടുകയുള്ളൂ. പിന്നീട് നമ്മൾക്ക് ഒരു അത്യാവശ്യമായിട്ടൊക്കെ നാട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം എന്നുള്ള പ്ലാൻഡ് ലീവുണ്ട്, എമർജൻസി ലീവ്. പ്ലാൻഡ് ലീവാണ് മിക്കവാറും ആൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ.
പിന്നെ നമ്മൾക്ക് വേറെ എന്ത് ലീവാണ് ഉള്ളത് ഇവിടെ? മെറ്റേണിറ്റി ലീവ് 30 ഡേയ്സ് മാത്രമേ ഉള്ളൂ. 30 ഡേയ്സിൻ്റെ കൂടെ നമുക്ക് ആനുവൽ ലീവ് വേണമെങ്കിൽ നമ്മൾക്ക് പ്ലാൻ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 60 ഡേയ്സ് എടുക്കുന്നവരുണ്ട്, ചിലർ 45 ഡേയ്സ് എടുക്കുന്നവരുണ്ട്, ചിലർ 30 ഡേയ്സ് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് 1 മന്ത് കഴിഞ്ഞ് വീണ്ടും ആനുവൽ ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് കുവൈറ്റിലേക്കൊക്കെ വരുമ്പോൾ വളരെ ഹോം സിക്നെസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കും ഇനി 1 വർഷം കഴിഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ ലീവ് പ്ലാൻ ചെയ്യുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സമയത്താണ് നിങ്ങൾ ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ലീവ് ഒരു പക്ഷേ ജനുവരിയിൽ ആകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഹോസ്പിറ്റലും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അനുസരിച്ചാണ്. ചില ആളുകൾ 4 മന്ത്സ് 5 മന്ത്സ് കഴിഞ്ഞ് നാട്ടിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ഹോസ്പിറ്റലിൽ സ്പ്ലിറ്റ് ലീവ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതും അവരുടെ സാഹചര്യം അനുസരിച്ച് സ്പ്ലിറ്റ് ലീവ് കൊടുക്കാറുണ്ട്. ചില ഹോസ്പിറ്റലുകളാകട്ടെ അവർക്ക് കിട്ടുന്ന ആ 33 or 35 ഡേയ്സ് ഒരൊറ്റ ലീവായിട്ട് മാത്രമാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഓരോ വർഷം ഇവിടെ കഴിയും തോറും നിങ്ങൾക്ക് ലീവിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കും. 45 ഡേയ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി റേഡിയേഷൻ എക്സ്പോഷർ ആയിട്ടുള്ളൊരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 15 ഡേയ്സ് എക്സ്ട്രാ നമ്മൾക്ക് എല്ലാ വർഷവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.